ആലപ്പുഴ കളർകോട് വാഹനാപകടത്തിൽ കാർ ഉടമ മോട്ടോർ വാഹന വകുപ്പ് എൻഫോഴ്സ്മെന്റിന് മുന്നിൽ ഹാജരായി ഷാമിൽ ഖാനെ നോട്ടീസ് നൽകിയാണ് വിളിച്ചു വരുത്തിയത്. ഷാമിൽ ഖാന്റെ മൊഴി രേഖപ്പെടുത്തിയ ശേഷം കോടതിയിൽ റിപ്പോർട്ട് നൽകും. പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന വിദ്യാർത്ഥികളുടെ മൊഴിയും രേഖപ്പെടുത്തും. മനീഷ് മഹിപാൽ വിവരങ്ങൾ നൽകും ആലപ്പുഴയിൽ നിന്ന്. മനീഷ്, ഈ വാഹന ഉടമ ഇന്നലെ പറഞ്ഞത് പണം അല്ലെങ്കിൽ വാടക ഈടാക്കിയല്ല ഈ ടവേര അവർക്ക് വിട്ടുകൊടുത്തത്, സൗഹൃദത്തിൻ്റെ ഒക്കെ പേരിൽ വിട്ടു നൽകിയതാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അതോടുകൂടി ഈ വാഹന ഉടമയെ കേന്ദ്രീകരിച്ച് എന്തെങ്കിലും കൂടുതൽ അന്വേഷണത്തിന് ഇനി പ്രസക്തി ഉണ്ടോ, അതോ ഈ മൊഴി എടുക്കുക എന്നത് സാങ്കേതിക നടപടി മാത്രമാണോ? വിജയകുമാർ, അങ്ങനെ സാധാരണ ഒരു സാങ്കേതിക നടപടിയല്ല. നോട്ടീസ് കൊടുത്താണ് ആലപ്പുഴ എൻഫോഴ്സ്മെന്റ് RTO വിളിച്ചു വരുത്തിയത്. എന്തായാലും മൊഴി രേഖപ്പെടുത്തിയ ശേഷം അയാളെ പറഞ്ഞു വിട്ടിട്ടുണ്ട്. ഇപ്പോൾ ആലപ്പുഴ എൻഫോഴ്സ്മെന്റ് RTO R രമണൻ മാധ്യമങ്ങളെ കാണുകയാണ്. അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം. അയാൾ നിഷേധിച്ചിരിക്കുകയാണ്. വാഹനം വാടകയ്ക്കല്ല കൊടുത്തെന്നാണ് അയാൾ പറയുന്നത്. അത് കൂടുതൽ മൊഴി മറ്റുള്ളവരുടെ നിന്ന് എടുക്കേണ്ടതുണ്ട്. ഇനിയിപ്പോൾ വിദ്യാർത്ഥികളിൽ നിന്ന് തന്നെ മൊഴി രേഖപ്പെടുത്തേണ്ടതുണ്ട്. വാടകയ്ക്കാണോ വാഹനം എടുത്തിരിക്കുന്നത് എന്നുള്ളത് അറിയേണ്ടതുണ്ട്. ഈ ഷാമിൽ ഖാൻ പറയുന്നത് ഇദ്ദേഹത്തിന് വ്യക്തിപരമായ ബന്ധത്തിന്റെ പുറത്ത് കൊടുത്തു എന്നാണ്. 1.5 മാസം മാത്രം ചായ കുടിക്കാൻ പോയപ്പോൾ കണ്ട് പരിചയം മാത്രമെന്നാണ് ഈ വിദ്യാർത്ഥികളായിട്ടുള്ള പറഞ്ഞത്. 1.5 മാസം മാത്രം ചായ കുടിക്കാൻ പോയപ്പോൾ ഉള്ള പരിചയം വെച്ചുകൊണ്ട് ഒരു വണ്ടി കൊടുക്കാൻ വഴിയില്ല. കൂടുതൽ അന്വേഷണം നടത്തേണ്ടതുണ്ട്. ഉറപ്പായിട്ടുണ്ട്. അങ്ങനെ 1.5 മാസം മാത്രം പരിചയമുള്ള ഒരാൾക്ക് വണ്ടി കൊടുക്കാൻ സ്വാഭാവികമായി സാധ്യമല്ല. അങ്ങനെ ചെയ്യുന്ന ഒരാളാണെന്ന് അയാൾ തുറന്ന് സമ്മതിച്ചിട്ടുണ്ട്. വർഷങ്ങൾക്ക് മുന്നേ ആണെന്നുള്ളതാണ് പറയുന്നത്. പക്ഷേ വാടകയ്ക്ക് അയാൾ കൊടുക്കുന്ന ആളായിരുന്നു എന്നയാൾ തുറന്ന് സമ്മതിച്ചിട്ടുണ്ട്. ഇയാളുടെ വാഹനമാണ് അന്ന് വാടകയ്ക്ക് വിട്ടു നൽകിയെന്ന് കാര്യം കേൾക്കുന്നത്. അയാൾ സമ്മതിക്കുന്നുണ്ട്. അത് അയാൾ തുറന്ന് സമ്മതിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്നെല്ലാം ഇയാൾ ഇതിനു മുന്നേ വാഹനം ഇങ്ങനെ വാടകയ്ക്ക് കൊടുത്തിരുന്നു എന്നുള്ളത് തെളിയുന്നുണ്ട്. എന്നാൽ നമുക്കതിന് ആവശ്യമായിട്ടുള്ള തെളിവാകുന്നുള്ളൂ. കുട്ടികൾ ഇത് വാടകയ്ക്കാണ് എടുത്തിരുന്നതെന്നുള്ള ഒരു തെളിവ് കൂടി കിട്ടിയാൽ മാത്രമേ നമുക്കിത് നിയമപരമായി കോടതിയിലേക്ക് കൊടുക്കാൻ കഴിയുള്ളൂ. കാരണം ഇത് വാടകയ്ക്കാണ് കൊടുത്തിരുന്നതെന്നുള്ളത് ശക്തമായ ഒരു തെളിവ് നമുക്ക് ആവശ്യമാണ്. 55 ദിവസത്തോളം ആയിട്ടുള്ള ഈ കുട്ടികളെ ചെറിയൊരു പരിചയം വെച്ച് ഈ വാഹനം കൊടുക്കാനുള്ള സാധ്യത സ്വാഭാവിക ബുദ്ധിയിൽ കാണുന്നില്ലല്ലോ. തീർച്ചയായിട്ടും അതാണ്. ഒരു 1.5 മാസത്തെ ചായ കുടിക്കാൻ വന്നപ്പോൾ കണ്ടുള്ള പരിചയമുള്ള ആൾക്ക് വണ്ടി കൊടുത്തെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ കഴിയില്ലല്ലോ. തീർച്ചയായിട്ടും അത് കൂടുതൽ പരിശോധന നടത്തേണ്ടതുണ്ട്. കൂടുതൽ തെളിവുകൾ ശേഖരിക്കേണ്ടതുണ്ട്. എന്താ മനസ്സിലായില്ല? റെന്റേക്കാരന് ലൈസൻസ് ഇല്ല, വാഹനത്തിന് പിന്നെ ടാക്സി പെർമിറ്റും ഇല്ല. മറ്റു രേഖകളൊക്കെ പരിശോധിച്ചിട്ടുണ്ട്. ഇൻഷുറൻസ് ഉണ്ട്, വാഹനത്തിൻ്റെ രജിസ്ട്രേഷൻ്റെ കാലാവധിയുമുണ്ട്, അത് പരിശോധിച്ചിട്ടുണ്ട്. ഈ റെൻ്റേ കാർ എന്ന് പറഞ്ഞ സംവിധാനമല്ല, റെൻ്റേ ക്യാബ് അങ്ങനെ കൊടുക്കാനായിട്ടുള്ള ലൈസൻസ് ഉള്ള ആളല്ല അയാൾ. അങ്ങനെ നിയമപരമായി റെൻ്റേ ക്യാബ് സർവീസ് നടത്താനുള്ള ചുമതലപ്പെടുത്തി ട്രാൻസ്പോർട്ട് കമ്മീഷണർ കൊടുത്ത ലൈസൻസ് ഉള്ള ആളല്ല. അത് അനധികൃതമായി നിയമവിരുദ്ധമായി അങ്ങനെ ചെയ്തിട്ടുണ്ട് എന്നാണ് ആൾ പറയുന്നത്. ഇപ്പോൾ കുട്ടികൾക്ക് അങ്ങനെ കൊടുത്തിട്ടില്ല എന്ന് പറയുന്നു. അയാളുടെ മൊഴിയിൽ അങ്ങനെയാണ് പറയുന്നത്. തെളിവുകൾ ശേഖരിക്കേണ്ടതുണ്ട്. കാരണം അയാൾ അങ്ങനെ നടത്തിയിരുന്ന ഒരാളാണ് എന്ന് പറയുന്നുണ്ടല്ലോ. 1.5 മാസം പരിചയമുള്ള ഒരാൾക്ക് വെറുതെ അങ്ങനെ ഒരു വാഹനം കൊടുക്കാൻ വാഹന ഉടമ ഷാമിൽ ഖാന്റെ മൊഴി രേഖപ്പെടുത്തിയ ശേഷം ഷാമിൽ ഖാനെ വിട്ടയച്ചു. ഈ പണം ഈടാക്കാതെ സൗഹൃദത്തിൻ്റെ അടിസ്ഥാനത്തിൽ വാഹനം വിട്ടുകൊടുത്തു എന്ന ഷാമിൽ ഖാന്റെ മൊഴി അങ്ങനെ പൂർണ്ണമായും മുഖവിലേക്കെടുക്കാൻ കഴിയില്ല. അതിൽ കൂടുതൽ അന്വേഷണം വേണം എന്നാണ് ഉദ്യോഗസ്ഥർ അറിയിക്കുന്നത്. അങ്ങനെ കേവലം ചെറിയ നാളത്തെ സൗഹൃദം കൊണ്ട് അത്രയും വാഹനമൊക്കെ വിട്ടു നൽകുമോ എന്ന സാധാരണ ചോദ്യമാണ് ഉന്നത ഉദ്യോഗസ്ഥരും ചോദിക്കുന്നത്. അക്കാര്യത്തിൽ കോടതിയിൽ റിപ്പോർട്ട് നൽകിയ ശേഷമായിരിക്കും തുടരന്വേഷണവും തുടർ നടപടി. മനീഷ് മഹിപാലാണ് വിവരങ്ങൾ നൽകിയത് ആലപ്പുഴയിൽ നിന്ന്.